ഹായ് പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് ഉണ്ടാക്കി വൈറലായ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്നും കൂടി നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ചേട്ടാ നമസ്കാരമുണ്ട്. തിരക്കിലാണെന്നോ അല്ലല്ലോ? ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതിൻ്റെയാണിത്? ഇത് ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് തന്നെയാണ്. ക്ലോക്ക് തന്നെയാണ്. അപ്പോൾ ഇത് ഏതാണ് മരം? ഏതാ? ഇത് മഹാഗണി അല്ലേ? ഇപ്പോൾ ഇത് പോളിഷ് ചെയ്യണം. എന്താണ് പോളിഷ് ചെയ്യണം അല്ലേ? ഒരുപാട് പേര് വിളിച്ചേർന്നു എന്ന് പറഞ്ഞു. ഒരുപാട് പേര് വിളിച്ചു. സാധനം ചെയ്ത് ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ടല്ലേ? ആണല്ലേ? റിപ്പയറും ഉണ്ട്. ഇത് ഒരുപാട് പേര് ഉപയോഗിക്കുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ ഒരുപാട് പേര് ഉപകാരപ്പെട്ടെന്നും പറഞ്ഞ അതിൽ കമന്റുകൾ കണ്ടായിരുന്നു. അപ്പൊ ഒന്നും കൂടി ചേട്ടന്റെ തന്നെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ വന്നതാ. ഇപ്പൊ മഹാഗണി മാത്രമാണ് ചെയ്യുന്നത്? തേക്കിന്റെ ചെയ്തിട്ടുണ്ടോ? ഒന്ന് കാണിച്ചു തരാൻ പറ്റും? ഇത്തിരി അടുത്തേക്ക് നമുക്ക് വേണ്ടിട്ട് ഒന്ന്. ഓക്കെ. ഇതിപ്പോ എവിടത്തേക്കോ കിട്ടിയേക്കുന്ന ഒരു ഓർഡറാണിത്? ഇത് തൃശ്ശൂർക്ക് അല്ലേ? ഇതിപ്പോ നമുക്ക് ഒരുപാട് വെള്ളയൊക്കെ കുറച്ചൊക്കെ അല്ലേ ചേർക്കുള്ളൂ. എന്താണ് അവസ്ഥ? വെള്ളയുടെ പരിപാടി ഇല്ല. സാധാരണ നമുക്ക് കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്കൊരു ഉറപ്പ് വന്നില്ലല്ലോ. വെള്ള ചുണിയില്ല. ഏത് മരമാണെങ്കിലും കാതൽ മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മൾ ഇത്ര കല്ലേക്ക് കൊടുത്ത് മേടിക്കുമ്പോൾ നമ്മള് പുറത്ത് അല്ല, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടരുതില്ല. ചെയ്യരുതല്ല നമുക്ക്. ഒരു തൃപ്തി ഉണ്ടെങ്കിൽ വെള്ളമില്ലാതെ പണിയണോ പോരത്തില്ല. അപ്പൊ നമുക്കിത് ഏകദേശം എത്ര ദിവസങ്ങൾ വരും ഇത് പണിതെടുക്കാനായിട്ട്? ഇതിപ്പോ ചെയ്തെടുക്കണമെങ്കിലേ ഒരാൾ വന്നൊരു ഓർഡർ തരാണെങ്കിൽ നമുക്ക് ഏകദേശം എത്ര ദിവസം നമുക്ക് കൊടുക്കാൻ പറ്റും? ഞാൻ കുറച്ച് ചെയ്തിരിക്കുന്നുണ്ട്. മഹാണിയുണ്ട്, തേക്കുണ്ട്. പിന്നെ ഇതിന്റെ തന്നെ നമ്മളെ ചെറിയ ടൈപ്പില് ഉള്ളത് ഓർഡർ ചെയ്യാൻ നമുക്ക്. അത് ചെയ്യണ്ടല്ലോ. ഇതൊക്കെ തീർന്നു. അഴിച്ചു കൊടുത്തു, കൊറിയർ കഴിച്ചു കൊടുത്തു. നമ്മൾ അന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിലും നമുക്ക് അലാറം ഒക്കെ നമുക്ക് സാധാ ഇതില് ടോണ് തന്നെ വരുമല്ലേ? നമ്മളന്ന് ചെയ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ വേറെ ഈ പെൻഡിൽ അല്ലായിരുന്നു. ഇപ്പൊ അതൊക്കെ എല്ലാം വ്യത്യാസപ്പെടുത്തി ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് പുതിയ സാധനങ്ങൾ ഇറക്കി ചെയ്ത് കളറ് കോട്ടിംഗ് ഒക്കെ പെട്ടെന്ന് ഷെയ്ഡ് ആവോ? ഇല്ല. നമ്മുടെ വീഡിയോ കണ്ടിട്ട് തൃശ്ശൂരിൽ നിന്ന് ഒരു ചേട്ടൻ വന്നു. ചേട്ടന്റെ പേരെന്താണ്? ഉണ്ണികൃഷ്ണൻ. നമ്മുടെ ഈ ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് നിങ്ങൾ നേരത്തെ മേടിച്ചാണ്? എത്ര കൊല്ലായി? നേരത്തെ മേടിച്ച ഒരു 10-20 കൊല്ലായി. ഇതിപ്പോ അവിടെ തൃശ്ശൂര് 1-2 വാച്ച് റിപ്പയറുകാരെ കാണിച്ചു, ശരിയായില്ല. അപ്പോഴാണ് ഈ വീഡിയോ കാണാൻ ഇടയായത്. അപ്പൊ വീഡിയോ കണ്ട സമയത്ത് നമ്മളൊരു ട്രയൽ എടുത്തതാണ്. ഇവിടെ വന്ന് നോക്കിയിട്ട് അതിന്റെ ആള് സംഭവം മാറ്റിത്തരാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നതാണ്. വീഡിയോ എങ്ങനെ? നമ്മുടെ വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ട്? പുള്ളിയുടെ കരവിരുത് എങ്ങനെയാണ്? നന്നായിട്ടുണ്ട്. വീഡിയോ നന്നായിട്ടുണ്ട്. വീഡിയോ കണ്ട പ്രകാരം ആളെ കോണ്ടാക്ട് ചെയ്തപ്പോ നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇനിയിപ്പോ വാച്ച് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇനി വേണം വീണ്ടും പറയാം. അപ്പൊ നമുക്ക് ഇതുപോലെ ആർക്കെങ്കിലൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പുള്ളിയായിട്ട് ബന്ധപ്പെടാൻ പറയണം കേട്ടോ. ആയിക്കോട്ടെ. ശരി, തീർച്ചയായിട്ടും. ഓക്കെ. ചേട്ടാ, ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന ഈ സർവീസിന്റെ സാധനം ഉണ്ടല്ലോ, ഇതിന് സാധാരണ എന്ത് കംപ്ലൈന്റ് ആണ് സാധാരണ വരാറ്? ഇത് ഈ പെൻഡിലും വർക്കിയാണല്ലോ. അപ്പൊ അത് അതിന്റെ ഉള്ളിലെ കമ്പി ദ്രവിച്ചുണ്ടാവും. കോയില് അത് മാറ്റി വെക്കാനോ പറ്റുള്ളൂ. റിപ്പയർ ചെയ്യാൻ എടുക്കാൻ പറ്റില്ല. കൂടിയ പവർ കൂടിയ സാധനം കയറ്റണം അതിന്റെ പെൻഡിലൊക്കെ നല്ല വെയിറ്റ് ഉള്ളതാണ്. ചെയ്തെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ വന്ന ടീമുകൾ നമുക്ക് ഏകദേശം എന്ന് വിളിച്ചതാണ് ഇവരിപ്പോ ഒരു 2 മാസമായി വിളിച്ചിട്ട് ഇന്നലെ കൊണ്ടുവന്നത്. ദൂരത്തുനിന്ന് ആൾക്കാർ ഇതിനെ ഇഷ്ടപ്പെടുന്നോണ്ടാണല്ലോ. കോട്ടയത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളത്. കോട്ടയം പാലാരിവട്ടം ഇത് തന്നെ പാലാരിവട്ടം ചേച്ചി കൊണ്ടുവന്നു. അതൊക്കെ ശരിയായി കൊടുത്തു. പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുണ്ട്. പഴയ മെഷീൻ വെച്ചിട്ട് പുതിയ ബോഡിയിലേക്ക് ആക്കി കൊടുത്തിരുന്നു. അതും ചെയ്തു. ചേട്ടാ, നമ്മുടെ വീഡിയോ ഇട്ടിട്ട് അതിൽ കമന്റുകൾ വായിച്ചായിരുന്നോ? എന്തെങ്കിലും ബാഡ് കമന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വന്നില്ല? ഒന്നും തന്നെ. പിന്നെ ഇത് ജെന്യൂൻ ആണോ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് വന്നില്ല? ഡോറ് തുറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാം. അന്നത്തെ തുറക്കാൻ പറ്റില്ലായിരുന്നു. പഴയ മോഡൽ ആദ്യം പറഞ്ഞതാണല്ലോ. ഡോറൊക്കെ തുറന്നു. പുതിയ മോഡൽ നമ്മൾ ആ മോഡൽ. അപ്പൊ ഓരോ പ്രാവശ്യം ഓരോന്ന് വ്യത്യാസപ്പെടുത്തിയാണ് ചെയ്യണത് അല്ലേ? അപ്പൊ നമുക്ക് ആൾക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം അല്ലേ? പിന്നെ ആൾക്കാർക്ക് വേണ്ട സൈസ് അവർ പറയുകയാണെങ്കിൽ മോഡൽ വന്നിരുന്നു. മൂവാറ്റുപുഴയുള്ളൊരു ചേട്ടൻ മോഡൽ വന്നിട്ട് അതേ മോഡൽ ഫുൾ ചില്ല. ചിലപ്പോ ചിലവരൊക്കെ വീട്ടിലെ നമുക്ക് ഇത് ഈ സൈസിലൊന്നും ചിലപ്പോ കൊള്ളിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അത് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുമോ? ചെറുതാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ചെറുതാക്കാൻ പറ്റും. ഇത് എത്ര അടി വരും ഏകദേശം? ഇത് 6 അടി. 6 അടി കറക്റ്റ് വരും. 6 അടി അവിടെ വരും. 6 അടി. നമ്മള് ഈ ചെറുതാക്കാന്ന് പറഞ്ഞാൽ ഡെയിലി ഇതാണല്ലോ ഇങ്ങനെ കിട്ടണം. ഡെയിലി ചെറുതാക്കുമ്പോ അതിന്റെ ആ ഭംഗിയും പോയി. ഇത് പുറത്തുനിന്ന് വന്ന സാധനമാണ്. അപ്പൊ നമുക്ക് അതുമേന്നാണ് പണി ഉണ്ടാകാൻ പറ്റും. നീളം കുറച്ചൊക്കെ കുറയ്ക്കാനേ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വന്നേക്കണത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, രഘുചേട്ടൻ്റെ അടുത്താണ്. രഘുചേട്ടൻ ഉണ്ടാക്കിയേക്കണ ഈ ക്ലോക്കിന്റെ ഇത് കണ്ടിട്ട് എന്നെ ഒരുപാട് പേര് മെസ്സേജ് വിട്ടായിരുന്നു.
കാരണം അങ്ങനെ ഞാൻ തിരിച്ച് രവിചേട്ടൻ്റെ നമ്പർ നമ്മൾ ആഡ് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ വന്ന് ഒരുപാട് പേര് അത് ഷെയർ ചെയ്തായിരുന്നു. ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഈ ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് ഉണ്ടാക്കണം. അത് എവിടെ ഉണ്ടാക്കണം? പല കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും, പക്ഷെ ക്വാളിറ്റി നമുക്ക് ചിലപ്പോൾ നിലനിർത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഈ സംഭവം ചേട്ടൻ ഇതിങ്ങനെ പണിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാൻ തോന്നി. അങ്ങനെയാണ് ഞാൻ വന്ന് അന്ന് ചോദിച്ചത്, ഒരു വീഡിയോ എടുത്തോട്ടെ. അപ്പോൾ ഒരുപാട് പേര് നല്ല റിസൾട്ടാണ് അതിൽ കിട്ടിയത്. ഒരുപാട് പേര് ഷെയർ ചെയ്തായിരുന്നു, ഒരുപാട് പേര് മെസ്സേജുകൾ ഉണ്ടായിരുന്നു. എനിക്കതിൽ ഒരുപാട് പേർക്ക് തിരിച്ച് കമന്റ് ഇടാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ എങ്കിലും ഇനിയും ഇതുപോലെ പേർക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് പണിയാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് നമുക്ക് പണിത് കൊടുക്കാൻ പറ്റൂലേ ചേട്ടൻ? അപ്പൊ പഴയ നമ്പർ നമ്മൾ എല്ലാവർക്കും ചിലപ്പോൾ ഇപ്പോഴും ഓർത്തു വന്നൊന്നുമില്ല. അപ്പൊ ആ നമ്പർ ഒന്ന് പറയാൻ പറ്റുമോ ചേട്ടൻ? 98 47 600 202. അപ്പൊ അതിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എങ്ങനെയാണ് വേണ്ടത്. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ മോഡൽ ഉണ്ടെങ്കിൽ ആ മോഡൽ ഒന്ന് കാണിച്ചാൽ പുള്ളി അതേമാതിരി തന്നെ ഉണ്ടാക്കി തരും. ഇതിപ്പോ നമുക്ക് തേക്കിൽ ഉണ്ടാക്കിയേക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ നമ്മളിപ്പോ നേരത്തെ കണ്ടത് മഹാഗണിയിൽ ഉണ്ടാക്കിയാണ്. തേക്കിൽ ഉണ്ടാക്കിയേക്കുന്നത് പുള്ളിയുടെ ഇതിൽ പുള്ളി പറഞ്ഞത്, ഞാൻ ചോദിച്ചു വെള്ള കുറച്ചൊക്കെ ഉണ്ടാവില്ല എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഒരു തുള്ളി വെള്ളം ഇല്ലാതെയാണ് പുള്ളി അത് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും. നമ്മള് വീഡിയോ ഒക്കെ കണ്ടു വരുന്നവർക്ക് ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കണം. കാരണം ഒരുപാട് ദൂരത്തു നിന്നൊക്കെ വന്ന ആൾക്കാരാണ്. കാരണം നമ്മുടെ വീഡിയോ പല ആൾക്കാരിലേക്ക് പോണാണ്. പിന്നെ ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവര് പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ഈ ചെറിയൊരു അക്കൗണ്ട്, നമ്മളിങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകൾ ഇടുന്ന ആളാണ്. അപ്പോൾ ചെറിയ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാം. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല കാര്യങ്ങൾ, നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ. നമുക്ക് ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു.